പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പുറത്തെ വീട്ടിലുള്ള പട്ടി കിടന്ന് കുരയ്ക്കണത് കേട്ടാ. രാവിലെ മണി എത്ര 8:30 കഴിഞ്ഞ് കേട്ടാ. രാവിലെ ഒന്നുമല്ല, 8:30 കഴിഞ്ഞ്. കുറച്ച് മുമ്പേ നോക്കിയപ്പോൾ നമ്മളെ കപ്പയ്ക്ക് പാത്തിയായിട്ട് കാച്ചത് പഴുത്തിരിക്കണം. അപ്പം ഇപ്പം അടക്കാന്ന് വിചാരിച്ച് അങ്ങനെ പോയി. പാപ്പു എവിടെ പോണേ? പാപ്പു രണ്ടെണ്ണം പഴുത്തിരിക്കണം. അങ്ങ് പോടാ, അങ്ങോട്ട് പോ, ഞാൻ വരട്ടെ. ആദ്യമായിട്ട് കാച്ചതാണ്. ഇപ്പം കെട്ടിയിടും ഞാൻ. എൻ്റെ കാലിൽ ചവിട്ടി വെച്ച് തന്നു. അങ്ങനെ 2 കപ്പയ്ക്ക പിന്നീട് കഴിക്കാം. എന്തിനാ നീ എൻ്റെ കാല് ചവിട്ടിയേ? ഡേ, എന്തിനാ എൻ്റെ കാല് ചവിട്ടിയാ? കെട്ടിയിട്ടാ എൻ്റെ കാല് ചവിട്ടി വെച്ച് വന്നു. എനിക്ക് വേദന എടുക്കണേ. എങ്ങനെ നല്ല നാടൻ കപ്പയ്ക്ക. ഈ കുഞ്ഞു പപ്പങ്ങയും പിന്നെ ഈ മാതളയും കൂടെ ഒരുമിച്ച് കപ്പയ്ക്ക് തെറ്റിപ്പോണേട്ടാ. കപ്പയ്ക്കയും കട്ട് ചെയ്തിട്ട് ഈ മാതളങ്ങയും പൊട്ടിച്ച് ഒരുമിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും വെറുതെ ഇരിക്കുകയല്ലേ. കുഞ്ഞ് പപ്പയ്ക്കാകുമ്പോൾ തീരും ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ മറ്റേത് കുറച്ചുകൂടെ വലുത് അത് അങ്ങിരിക്കണം. പക്ഷെ ചേട്ടൻ പറഞ്ഞാലും ഇരിക്കില്ല കേട്ടാ. അത് ഞാൻ സേതു വന്നിട്ട് 2 പേരും കൂടെ കട്ട് ചെയ്ത് കഴിക്കാം. ചുമയുള്ളതുകൊണ്ട് തണുപ്പാണ്, എന്നാലും കഴിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇത് കട്ട് ചെയ്തെടുക്കട്ടെ. അടുപ്പിൽ ഇന്നലെ ഞാൻ വെള്ളരിക്കയും ശകലം പീയണിക്കയും കൂടെ കൂട്ടുകറി വെച്ചു. പക്ഷേ അത് ലാസ്റ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. ഇന്ന് ശകലം വെള്ളരിക്കയും പടവലങ്ങയും കൂടെ അരിഞ്ഞ് ഉണക്കമുളകൊക്കെ ഇട്ട് കടു വറുത്തിട്ട് അത് ഇങ്ങനെ എണ്ണയിൽ വെച്ചിരിക്കുകയാണ്. ഇനി ഉപ്പും മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല. ഇനി കുറച്ച് നല്ല വെന്തതിന് ശേഷം ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് തേങ്ങ അരയ്ക്കാതെ വെറുതെ നമുക്ക് 2 പേർക്കും തന്നല്ല, അതുകൊണ്ട് എടുക്കുന്ന ശേഷം മല്ലിപ്പൊടി പിന്നെ ഈ കരിവേപ്പിലൊക്കെ ഇട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ആ കറി നല്ല ടേസ്റ്റിയാണ്. അപ്പം ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ അത് നല്ല കഴിക്കാൻ. മീൻ പിന്നെ ഇന്നലത്തെ മീനുണ്ട്, അപ്പോൾ അതും കൂടെ വെച്ചിട്ട് അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. എനിക്ക് പപ്പയ്ക്കയും കട്ട് ചെയ്ത് മാതളങ്ങയും കൂടെ പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഈ കപ്പയ്ക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. ചെമയുണ്ട് കേട്ടോ, കുറച്ച് ചെമയുണ്ട്. കാണുന്നുണ്ട് എന്നെ. ചോറ് വെന്തോണ്ടിരിക്കണേ, കറി വെന്തോണ്ടിരിക്കണേ. അങ്ങനെ ഇനിയിപ്പോൾ 11 മണിക്കൊരു സീരിയലുണ്ട്. അപ്പോൾ ഇത് നല്ല കളർ ഇട്ടാ ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാച്ചത്. അപ്പം ആ സീരിയലിന് മുമ്പേ ഇത് കട്ട് ചെയ്ത് അവിടെ കൊണ്ട് അരിഞ്ഞിട്ട് കഴുകിയെടുക്കണം. കറവുണ്ടല്ലോ ഇതിൽ. അപ്പം ആ സീരിയലിന് മുമ്പ് ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്താൽ അവിടെ കൊണ്ടുവച്ച് സീരിയൽ കണ്ടുകൊണ്ട് കഴിക്കാം. എല്ലാം ഒറ്റയ്ക്ക് കഴിക്കണമെന്നല്ല അല്ലേ? പ്രിയേ, നീ എല്ലാം ഒറ്റയ്ക്ക് കഴിക്കുകയാണോ പ്രിയേ? ഒറ്റയ്ക്ക് കഴിച്ച് മടുത്ത് ഞാൻ. വേറെ ഒന്നുമില്ല കേട്ടോ. ഇപ്പം അങ്ങനെ ഒന്നും വാങ്ങി വെക്കാറൊന്നുമില്ല. ചേട്ടൻ പിന്നെ വരുമ്പോൾ ശനിയാഴ്ച എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അത് പിന്നെ 2 ദിവസമൊക്കെ ആകുമ്പോൾ തീരും. പിന്നെ എനിക്ക് ഇങ്ങനെ വൈകുന്നേരം തേയില കുടിക്കാൻ എന്തെങ്കിലും വേണം. അത് ശീലിച്ചു പോയേട്ടെ. എന്തെങ്കിലും ഒരു ശക്കലമെങ്കിലും എന്തെങ്കിലും. ഒന്നുമില്ലെങ്കിൽ ഞാൻ അരി എടുത്ത് ഇങ്ങനെ വറുത്തിട്ട് അതുമായിട്ട്
ചിലപ്പോൾ തേങ്ങ തിരുവിയിടും, അല്ലെങ്കിൽ അല്ലാതെ കഴിക്കും. അത് കുഞ്ഞിലെ തൊട്ട് അങ്ങനെ നല്ല കളറുണ്ട് കേട്ടാ. മധുരം ഉണ്ടോ എന്താ അറിഞ്ഞൂടാ. ഇനി കഴിച്ചു നോക്കുമ്പോൾ അറിയാം മധുരം ഉണ്ട് ഇല്ലേ എന്നൊക്കെ. പിന്നെ എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വീട്ടിലെ വിശേഷങ്ങൾ? പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം അങ്ങ് ദൂരെ ഇരിക്കുന്നവരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, നമ്മളെ വീഡിയോ. ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. നമ്മളെപ്പോലെയുള്ള ചെറിയ ചാനലൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ മാത്രമല്ല, ഒരുപാട് നമ്മളെപ്പോലെയുള്ള ചെറിയ ചാനലുകാരുണ്ട്. അവരും കൂടെ ഒന്ന് നന്നിട്ടൊന്ന് വളർന്നു വരട്ടെ. പിന്നെ എന്തൊക്കെ ഉണ്ട് വിശേഷം? ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പാപ്പുവിൻ്റെ അടുത്ത്, സിത്തുവിൻ്റെ അടുത്ത്, ചിന്നു പോയി കേട്ടോ. എന്നാലും ചിന്നു പോയെങ്കിലും ചിന്നുവിൻ്റെ ഓർമ്മയാണ് എപ്പോഴും. കുഞ്ഞുവിൻ്റെ അടുത്ത്, ചെലങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരെങ്കിലും കോൾ വിളിച്ചാൽ അത് കുറേ നേരം അത് സംസാരിക്കും. പിന്നെ കുറേ പേരെയൊക്കെ വീഡിയോ കാണും കേട്ടോ ഞാൻ. ചിലവർക്ക് കമൻറ്റ് ഇടുമ്പോൾ അത് പോണില്ല, എൻ്റെ ഫോണും പിന്നെ കംപ്ലൈൻറ്റ്, ഇടയ്ക്ക് സ്റ്റക്കാവും. പിന്നെ ചില കോൾ വന്നാൽ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ടച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ ആവില്ല, അങ്ങനെയൊക്കെ ഉള്ളത് ഇത്. അങ്ങനെയൊക്കെ ഇടയ്ക്ക് സീരിയൽ കണ്ട് മൊബൈലിൽ നല്ല കളറുണ്ട് കേട്ടോ. ഇനി കഴുകി എടുത്തിട്ട് വരട്ടെ. കണ്ട കഴുകി എടുത്ത് കുരു ഉണ്ടോന്ന് നോക്കട്ടെ. കുരുവുണ്ട്. ഒരു കുരു മുളച്ചിരിക്കുന്നുണ്ട്. ഈ കുഞ്ഞു പപ്പങ്ങയിൽ ഇത് മുളച്ചിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ ആദ്യമായിട്ട് അയച്ചത്. നേരത്തെ പപ്പങ്ങ മരം ഉണ്ടായിരുന്നേ, അതാണെങ്കിൽ ഇവിടെ വീട് പണിയായപ്പോൾ അത് നിന്നെടുത്താണ് ഒരു ഷെഡ് വെച്ചത്, സാധനങ്ങളൊക്കെ വെക്കാനും. അവിടെ സേത് കിടന്നിരുന്നത്. നമ്മൾ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, നമ്മളിവിടെ കിടന്നിരുന്നത്. നമ്മളെ മുന്നിൽ കറി എന്തായാലും നോക്കട്ടെ. പാപ്പച്ചനോട് സ്നേഹം. പാപ്പ അങ്ങനെ തന്നെ. പാപ്പൻ്റെ അങ്ങ് അടുക്കളയിൽ എന്നെ നോക്കിക്കൊണ്ട് പുറത്തുണ്ട് കേട്ടാ. നീ ഉപ്പിട്ട് കൊടുക്കട്ടെ കറിയിൽ. കുറച്ച് മഞ്ഞപ്പൊടി. ഇപ്പം നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടാ. പണ്ടൊക്കെ കല്ലുപ്പില്ല, പിന്നെ കുറേ കാലം പിന്നെ പൊടി ഉപ്പാക്കി. നല്ല മഞ്ഞപ്പൊടി ഇട്ടെടുത്ത് ശകലം ഉപ്പ് വെള്ളം വെച്ച് കൊടുക്കണം, അപ്പം അത് പെട്ടെന്ന് അരിഞ്ഞു. എനിക്ക് ചോറ് കഴിക്കണേ, അങ്ങനെ ചോറ് കഴിക്കണ ഇഷ്ടമില്ല കേട്ടാ. പണ്ട് തൊട്ടേ ഇങ്ങനെ. പിന്നെ ബിരിയാണി കിട്ടിയ ശകലം കഴിക്കും. ചോറ് പിന്നെ വിശപ്പ് മാറാൻ വേണ്ടി ശകലം കഴിക്കുക, അല്ലാതെ ചോറിൻ്റെ അവിടെ വലിയ താല്പര്യമില്ല. തേങ്ങയും പലഹാരമൊക്കെ കഴിക്കും. പലഹാരം കഴിച്ച് വെച്ചായിരിക്കും അണ വെച്ചിരിക്കുന്നത്, അടിച്ച് കഴിക്കണം കേട്ടാ. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ഇട്ടപ്പോൾ കാണുന്നുണ്ടോ? നല്ല കളറായി. ഇനി ഇത് കുറച്ച് നേരം പിന്നെ ആവിയിലിരുന്നതിന് ശേഷം അടച്ച് വെച്ചെടുത്തിട്ട് പിന്നെ ശകലം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ട് എടുക്കും. നല്ല ടേസ്റ്റ് ആയിട്ട്. ഞാൻ ഇന്നലെ വെള്ളരിക്ക ശകല പീണിക്ക് വെച്ച് അങ്ങനെ വെച്ച്. അപ്പം പിന്നെ ഇന്ന് വെക്കാം. വേറെ കറിയൊന്നും വെക്കാനാലേ. അവൻ വന്നാലും ശകലം ചോറ് കഴിക്കും രാത്രി, ഒരു പിടി കഴിക്കും, പിന്നെ കഴിക്കില്ല. പിന്നെ വേറെ കൂട്ടാനൊക്കെ വെച്ച് പിന്നെ വെറുതെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വേറെ കൂട്ടാനൊന്നും വെച്ച ശേഷം നമ്മൾ ചുമ്മാ വന്നത് എങ്ങനെ ചിലവ് ചുരുക്കാന്നാണ് ഇരിക്കുന്നത്. നീ കടം തീരുന്നത് വരെ കടം തീരുന്നത്. പൈസ അനാവശ്യമായിട്ട് കളയണത് നല്ലതല്ലല്ലോ. നല്ല കറുത്ത കുരു കേട്ടാ, നല്ല പൊടിക്കും. അതിൻ്റെ അകത്തിരുന്ന് നല്ല മുളപ്പ് വന്നിട്ടും പപ്പയ്ക്ക് നല്ല ഇതായില്ല. പഴുത്തെങ്കിലും നല്ലതായിട്ട് ഒലഞ്ഞില്ല. കുഞ്ഞു കുഞ്ഞു പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഐസ്ക്രീം കൂടെ ഇട്ട് നന്നായിരിക്കും.
ഇപ്പം ടയറോട് വന്നതിന് ശേഷം ഐസ്ക്രീമൊന്നും കുടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും കൊതി തോന്നിയാൽ കുടിക്കും. ഇത് അരിഞ്ഞിട്ട് കാണാവേ. ചുമ്മാ അന്ന് പൊടിച്ച ഞാൻ കരിവേപ്പിലയിട്ട് വറുത്ത് പൊടിച്ച മല്ലിയുണ്ടാ, നല്ല മണം കേട്ടോ. ഇത് ബക്കറ്റ് തുറക്കുമ്പം ഇനി ചെറിയ ടിന്നിലാക്കി എടുക്കണം. ഇപ്പം കൊണ്ട് പൊടിച്ച് അങ്ങനെ കൊണ്ട് തട്ടി വെച്ച്. ഇത് 1 സ്പൂൺ മല്ലിപ്പൊടി ഇടട്ടെ. ഇത് ശകലം മുളക്. ഇങ്ങനെ വെള്ളരിക്ക ഇങ്ങനെ വെക്കണത് നല്ല ടേസ്റ്റ് കേട്ടാ. തേങ്ങ ഒന്നും ചേക്കണ്ട, നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം. പുളിയോ ഒന്നും വേണ്ട. ഇത്ര ഇട്ടേക്കിട്ട് നല്ല കൂട്ടിയേറിയ പോലെ ഇരിക്കും. ഞാൻ വെള്ളം ഒഴിച്ചില്ലല്ലോ, എണ്ണയിലല്ലേ കടു വറുത്തിട്ട് ആ എണ്ണയിലും ആവിയിലും വെന്ത് വന്നേ. വെള്ളം ഒഴിച്ചെങ്കിലും ഒരുമാതിരി ഇരിക്കുള്ളൂ. അപ്പോൾ കൂടുതൽ എണ്ണയായില്ല, ശകല എണ്ണ തന്നെ ഒഴിച്ചത്. ഇനി ഇത് ആവിയിൽ വെന്ത് വരട്ടെ. പപ്പയ്ക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ, ഞാൻ കഴിച്ച് നോക്കി. ഇനി മാതളങ്ങയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് കപ്പയ്ക്ക് അരിഞ്ഞ് ഒരു മാതളങ്ങ പൊട്ടിച്ച്. പിന്നെ ഇവിടെ ഞാൻ ഇങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടാ. പിന്നെ പപ്പയ്ക്ക് നമുക്കിവിടെ പഴുത്ത് നിന്നത്, പിന്നെ മാതളങ്ങ ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നത് പനിയായതുകൊണ്ട് കഴിക്കാൻ വേണ്ടി. ഈന്തപ്പഴം 3 എണ്ണം പിന്നെ നേരത്തെ വാങ്ങിയാൽ ഇവിടെ ഇരുന്നത്. അങ്ങനെയാണ്, അല്ല സ്ഥിരം നമ്മളിങ്ങനെ കഴിക്കാറൊന്നുമില്ല കേട്ടാ. അപ്പം പിന്നെ കപ്പയ്ക്ക് ഇങ്ങനെ കിട്ടിയപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ നല്ല കളർഫുള്ളുണ്ടല്ലേ കാണാൻ. അങ്ങനെ പിന്നെ വെറുതെ എനിക്കിങ്ങനെ കഴിക്കണ ഇഷ്ടമാണ്, ചോറ് കഴിക്കും. ഇന്നിനി ചോറ് കഴിപ്പില്ല, ഇത് തന്നെ. അപ്പം അങ്ങനെ കഴിക്കണ കേട്ടോ. അല്ല നമ്മളിങ്ങനെ വെറൈറ്റിക്ക് ഇങ്ങനെ ദിവസം ഇങ്ങനെ കഴിക്കൊക്കെ ഒന്നുമില്ല. ഇങ്ങനെ ഞാൻ കഴിക്കണേ, അല്ലാതെ ഒന്നും ഇങ്ങനെ കഴിക്കില്ല. പപ്പയ്ക്ക് നമുക്കിവിടെ ഉണ്ടായതല്ലേ എന്ന് വിചാരിച്ച്. അപ്പം പിന്നെ എല്ലാം കൂടെ ഒരു കളർഫുള്ളായിരിക്കണം കാണാം. ഇന്നിനി ചോറ് കഴിക്കില്ല, ഇന്നിനി ഇത് തന്നെ എൻ്റെ ആഹാരം. ഇതിനൊക്കെ കഴിച്ചു നോക്കിട്ട്. കപ്പയ്ക്ക നല്ല മധുരമുണ്ട്. നമ്മൾ ആദ്യത്തെ കപ്പയ്ക്ക ഞാൻ മാത്രം കഴിക്കണം. കപ്പയ്ക്കയിലും മാതളങ്ങയിലൊക്കെ മധുരം ഉണ്ടല്ലോ, അപ്പം കൊള്ളാം കേട്ടെ. എന്നും ഇങ്ങനെ കഴിച്ചിരുന്നെങ്കിൽ ചോറ് കഴിക്കണ്ടായിരുന്നു ഉച്ചയ്ക്ക്. പക്ഷെ അമ്മയ്ക്ക് എന്താ തണുപ്പല്ലേ. ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കഴിക്കുമായിരുന്നു. ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കട്ട് ചെയ്യില്ലായിരുന്നു, ചേട്ടൻ തന്നെ കട്ട് ചെയ്യും. പിന്നെ കാണാം. ഞാൻ ഈ സീരിയലിലെ സമയമായി. ഇപ്പം ലൈവിൽ വരണേൽ കനൽപ്പൂ രാത്രി കാണാൻ പറ്റൂല. അതുകൊണ്ട് പകൽ 11 മണിക്കുണ്ട് കനൽപ്പൂ. പിന്നെ ബിഗ് ബോസ് ഉണ്ട്, അതൊക്കെ കാണണം. ഞാൻ സീരിയൽ എല്ലാം കാണും, ബിഗ് ബോസും കാണും. ബിഗ് ബോസ് എല്ലാം സീരിയൽ ഇന്നലെ കാണാൻ പറ്റുന്നത് ഇന്ന് കാണും. പിന്നെ എല്ലാവരും ചാനലും കാണും. നമുക്ക് നമ്മളെ ചാനലിൽ കമൻറ്റ് ഇടുന്നവരും നമ്മളെ വീഡിയോ കാണുന്നവരും കാണണമല്ലോ. അപ്പോൾ എല്ലാവരുടെ വീഡിയോയും കാണും, കമൻ്റ് ഇടും. അപ്പോൾ എല്ലാം ചെയ്യും. ഇവിടെ വേറെ പണിയാന്ന് തോന്നുന്നു. അങ്ങനെ ഇരുന്ന് കാണും. പിന്നെ കാണാവേ. ബൈ. ഡേ പാപ്പു ഉറങ്ങണ മോനു? കണ്ണുറ നോക്കണ വാലേട്ടന എന്തിനാണ് അവിടെ? ചാച്ചിക്കോ, ഞാൻ ഇപ്പം വരാവേ. പേരയ്ക്ക പഴുത്തൊന്ന് നോക്കിയിട്ട് വരണ എൻ്റെ കൂടെ. പേരയ്ക്ക വിളഞ്ഞ് നിൽക്കണ കേട്ടോ, എല്ലാം വിളഞ്ഞ് തന്നെ നിൽക്കണം. നല്ല വിളഞ്ഞ്, അതും വിളഞ്ഞ് നിൽക്കണ. എല്ലാം കൂടെ പറിച്ചുകൊണ്ട് വെച്ച് കഴിക്കാനില്ല. പാപ്പു വേണോ? പാപ്പു ഡേ തൊണ്ടെടുത്ത് കടിച്ച് കളയാതാടാ. ഡേ ഇവിടെ ഇടറാ അവിടെ. ഇവിടെ 2 എണ്ണം ചേട്ടൻ പൊഞ്ഞു വിട്ടിക്കണം, അത് പഴുത്തിട്ട്.
പേരയ്ക്ക നിറയെ കാശപ്പം ഇവിടെ കഴിക്കാൻ ആക്കും വേണ്ട. ആളില്ലെന്ന് വേണം പറയും കഴിക്കേ. ഇനി പറിച്ചുകൊണ്ട് വെച്ചാൽ അവൻ രാത്രിയാവും വരുമ്പോൾ അവനും കഴിക്കൂലേ. മോനും കൂടെ വാ, ഞാൻ പോണ്. വൈകുന്നേരം ആകുമ്പോൾ മൊട്ട് പറിക്കണം. കുറേ ദിവസം പറിച്ച് 2-3 ദിവസം പറിച്ച് വയ്ക്കുമ്പോൾ ഒരു ദിവസം പറിക്കാൻ കിട്ടും. പിന്നെ പറിക്കാം വെയിൽ താന്നിട്ട്. മോനു ഇഞ്ഞ് വാ, ഓടിയാ. പാപ്പേ ഓടിയാ ഓടിയാ. ചെടിയൊക്കെ നീ തന്നെടാ മറിച്ചിട്ടേ. ചെടിയൊക്കെ മറിച്ചിട്ടാര്? അവ അകത്തോട്ട് സിറ്റൗട്ടിനകത്ത് കയറി ചെളിയാക്കും. അതാണ് ഞാൻ ഒരു നെറ്റെടുത്ത് ഇങ്ങനെ കെട്ടിയത്. ഇതിങ്ങനെ വെച്ചാൽ പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറില്ലേ. മോനു ഇത് കണ്ട, ഇത് കുറച്ച് തേങ്ങ ഞാൻ തിരികെ എടുത്ത്. ഇത് മറ്റേ അരിപ്പൊരിയും ഇടയ്ക്ക് തേയില കുടിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഇത് ഒരെണ്ണം പൊരി പോലത്തെ ഒരു സാധനത്തിനായിട്ടാണ്. ഇത് കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ഇതും ഈ പൊരിയും തേങ്ങയും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കുറേ നേരം വെച്ചിട്ട് തേയിലയിട്ട് കഴിക്കും ഒന്നുമില്ലാതെ ഇരിക്കുമ്പോൾ. അപ്പം വിചാരിച്ച് ഇത് 3ഉം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു തേയിലയുടെ. എനിക്ക് ചോറ് കഴിക്കണതിനെക്കാട്ടി ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കഴിക്കണതാണ് ഇഷ്ടം കേട്ടാ. ചോറ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടം, മരിച്ചിനിയും മീനും ഇഷ്ടം. പക്ഷേ മരിച്ചിനിയും കഴിക്കാൻ പാടില്ല, ചപ്പാത്തിയും കഴിക്കാൻ പാടില്ല, തൈറോയ്ഡുള്ളതുകൊണ്ട്. ഇങ്ങനെ ഇത് ഇത്രയും ഇങ്ങനെ തിരുമ്മി വെച്ചിട്ട് പിന്നീട് തേയിലയായിട്ട് കഴിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. തേങ്ങ ഈ അരിപ്പൊരി അരിയിലുള്ള പൊരിയും കൂടെ ഞാൻ അല്ലെങ്കിൽ തിരുമ്മി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് തേയിലയായിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം ഇന്ന് വിചാരിച്ച് ഈ പൊരിയും കൂടെ ഇട്ടിട്ട്, ഇത് ചേട്ടാ ശനിയാഴ്ച വന്നപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നേ, 3ഉം കൂടെ. ആ വെള്ളപ്പൊരിയിൽ ഉപ്പുമില്ല മധുരവുമില്ല, വെറുതെയാണ്. അതിങ്ങനെ പാനിപ്പൂരിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ കൂടെയൊക്കെ ഇട്ട്, മസാലപ്പൊരിയൊക്കെ വാങ്ങുമ്പോൾ അതിൽ കൂടെ ഇടും. ഇനി തേയിലയായിട്ട് പിന്നെ കഴിക്കും. കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് പിടിക്കട്ടെ. എപ്പോഴും ഇവിടെ തന്നെ വന്ന് എനിക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കണോ നോക്കാൻ. ഡേയ് പാപ്പു, ഡേയ് ഇനി നോക്കടാ. എനിക്ക് സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ. എന്ത് പറയാ നിൻ്റെ അടുത്ത്? എന്ത് പറയാ ഞാൻ എൻ്റെ പാപ്പുവിനോട്, എന്ത് പറയാ ഞാൻ. എൻ്റെ പാട്ടിയായിട്ട് പാപ്പു അതാ ഓടുന്നു. ഡേയ് ഇവിടെ വേടാ. പാപ്പു ദോ ഇരിക്കുന്നു. ഡേയ് എന്തോന്നേടാ അവിടെ? മോനു ഇനി വാ. അവിടെ പോയി ഇരിക്കണേ. ചെടി എന്തോ കടിച്ച് പറിക്കാൻ. പാപ്പുവിനൊരു വേലയുണ്ട്. ഇപ്പം ഞാൻ ശംഖുപുഷ്പം കൊണ്ട് നട്ട് എന്ത് ഇതായി വളർന്ന് വന്ന് അതിനെ എല്ലാത്തിനെയും പിന്നെ കടിച്ച് പറിച്ച് തിന്നെ. ശംഖുപുഷ്പത്തിൻ്റെ ഇല അതിൻ്റെ തിളിപ്പെല്ലാം പൊടിച്ച് വന്ന് അതെല്ലാം കഴിച്ച്. ഏയ് ചെടി എല്ലാം മറിച്ചിട്ടുണ്ട്. അതോ പോണ പാപ്പുക്കളവാ. ഇഞ്ഞു വാ. ഞാൻ ചിലപ്പം പാപ്പുക്കളവാന്ന് വിളിക്ക്. ഡേയ് ഇവിടെ വേടാ. പാപ്പു അപ്പൂപ്പ, പാപ്പു അപ്പൂപ്പ ഇവിടെ വാ. പാപ്പു ഇവിടെ വാ, മോനെ കാണിട്ട് ഇവിടെ വാ. ഡേയ് ഇവിടെ വേടാ. കാമോ എനിക്ക് വരും കിട്ടേ. വേണ്ട പോ. ഇവിടെ ഉണ്ടാണ്. പിന്നെ എന്താ പറയാ, പിന്നെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ വീഡിയോ ഉള്ളു. ഇപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു, അതുകൊണ്ട് എടുക്കാം. പിന്നെ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരുപാട് നന്ദി.
വേറെ എന്ത് പറയണമെന്നൊന്നും എനിക്കറിയില്ല. ഒരുപാട് നന്ദി. ഇനി നമ്മളെ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. ബൈ.